ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ പറഞ്ഞ മാതിരി ഞങ്ങൾ ഹരിദ്വാറിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഋഷികേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് 22 കിലോമീറ്റർ ആയിരുന്നു ഋഷികേശിലേക്കുള്ള ദൂരം. ഞങ്ങൾ കുറച്ച് ദൂരം സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ട് പെട്രോൾ നിറക്കാൻ വേണ്ടി ഒരു പമ്പിൽ നിർത്തി. അപ്പോൾ വഴിയിൽ ഇനി എവിടേക്കാണ് പെട്രോൾ പമ്പ് ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നാട്ടിലത്തേക്കാളും വളരെ കുറവായിട്ട് പെട്രോളിൻ്റെ പൈസ. ഈവൻ അംബാലയിനേക്കാളും കുറവാണ്. 93 രൂപ 15 പൈസയാണ് 1 ലിറ്റർ പെട്രോളിന് ഇവിടെ റേറ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പെട്രോളും അടിച്ച് യാത്ര തുടരുകയാണ്. ഹരിദ്വാറിന്ന് ഋഷികേശിലേക്കുള്ള റോഡ് കുറച്ച് ദൂരം അത്ര നല്ലതല്ലായിരുന്നു. കുറച്ചിങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അംബാലയിൽ നിന്ന് ഹരിദ്വാറിലേക്ക് വന്ന റോഡ് നല്ലതായിരുന്നേ. കുറച്ച് ദൂരം ഇത്തിരി മോശമായിരുന്നു, പിന്നെ നല്ല വഴി കിട്ടി. ഇപ്പോൾ ഇവിടെ ഋഷികേശ് തുടങ്ങുവാണ്. യോഗ് നഗരി ഋഷികേശിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡാണിപ്പോൾ നമ്മൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഋഷികേശ് ടൗണിലെത്തി. ഇപ്പോൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, കാരണം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ പ്രതിമ കാണുന്നത് മഹാരാജ അഗ്രസേനാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ ഹരിയാന, ഋഷികേശ്, ഹരിദ്വാർ ഈ ഭാഗമൊക്കെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു അദ്ദേഹം. അംബാലയിലും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിമയൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ട്രാഫിക്കൊക്കെ മാറി കുറച്ച് മുമ്പോട്ട് വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നീലകണ്ഠ് മഹാദേവ് മന്ദിറിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഋഷികേശിൽ കൂടുതലും ആൾക്കാർ വരുന്നത് അഡ്വഞ്ചറസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഹരിദ്വാറിനെ അപേക്ഷിച്ച്. ഹരിദ്വാർ അങ്ങനെ ഒരു സ്പിരിച്വൽ പ്ലേസ് ആണെങ്കിൽ ഋഷികേശിൽ കൂടുതലും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. കേദാർനാഥ്, ബദ്രീനാഥൊക്കെ ഈ റൂട്ടിൽ മുമ്പോട്ട് പോകുമ്പോഴാണ്. 291 കിലോമീറ്ററാണ് ബദ്രീനാഥിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിലൊക്കെ നമുക്ക് ഈ അഡ്വഞ്ചറസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ബോർഡുകളും പരസ്യങ്ങളൊക്കെ കാണാം. അതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ റിവേഴ്സ് ബങ്കി, ഇന്ത്യാസ് ഓൺലി 1 റിവേഴ്സ് ബങ്കി സ്ട്രേ ഫ്രം ഇറ്റലി എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാം. 180 ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അങ്ങനെ നിറയെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇവിടെ ഋഷികേശിൽ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. വലിയ കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. അത്ര അങ്ങനെ പറയാൻ പറ്റുള്ളൂ. 1500 രൂപ ആയിരുന്നു ഒരു നൈറ്റിന് റെൻറ്റ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് നേരെ നീലകണ്ഠ് മഹാദേവ് മന്ദിറിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് 14 കിലോമീറ്ററാണ് നീലകണ്ഠ് മഹാദേവ് മന്ദിറിലേക്കുള്ള ദൂരം. നീലകണ്ഠ് ജാനിക മാർഗ്. ഞങ്ങൾ അവിടെ നിന്ന് ഡൈവേർഷൻ എടുത്ത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള വഴിയാട്ടോ അങ്ങോട്ടുള്ള യാത്ര. ഒരു മലയുടെ മുകളിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി മുഴുവൻ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അത്രയും രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ ഭംഗി മുഴുവൻ നമുക്ക് ഈ യാത്രയിൽ അനുഭവിച്ചറിയാൻ പറ്റും. ഉത്തരാഖണ്ഡ് ദേവഭൂമി എന്ന് പറയുന്നത് പ്രകൃതി തന്നെ അത്രയും മനോഹരിയായിട്ടാണ് ഉത്തരാഖണ്ഡിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എക്സാക്ട്ലി നമുക്ക് ദേവഭൂമിയിലെത്തിയൊരു പ്രതീതിയാണ് തോന്നുക. അപ്പോൾ ഞങ്ങൾ ഋഷികേശിലെത്തിയിട്ട് ആദ്യമായിട്ട് ഗംഗാനദിയുടെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പാലം ക്രോസ് ചെയ്ത്. ആ പാലം കടന്ന് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ വലത് ഭാഗത്ത് ഒരു ഭംഗിയുള്ള ഗരുഡൻ്റെ അമ്പലമുണ്ട്. ഗരുഡ് ചട്ടി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ചിലപ്പോൾ ഈ അമ്പലത്തിൻ്റെ പേരിലായിരിക്കും ആ സ്ഥലം അറിയപ്പെടുന്നത്. ഗരുഡ് ചട്ടി എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത്. അവിടെ നമുക്കൊരു പാസ് എടുക്കണം. ഇനി തുടർന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ പാസ് എടുത്താൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ടോളൊന്നുമല്ല, അതുകൊണ്ട് നമുക്ക് എക്സംഷനും ഇല്ല. 40 രൂപയാണ് പൈസ വരുന്നത്. അപ്പോൾ 40 രൂപ എടുത്ത് ആ പാസ് എടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇതാണ് അതിൻ്റെ റെസിപ്റ്റ്, കണ്ടോ? ഗരുഡ് ചട്ടി ഗേറ്റ് ബാരിയർ, ജില്ലാ പഞ്ചായത്ത് പോടി ഗഡ്വാല. അതെടുത്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ അതിന് ശേഷമുള്ള റോഡ് ഇത്തിരി ഹില്ലി ഏരിയയിൽ കുറച്ച് നാരോ ആയ റോഡാണ്. താഴെ ഗംഗാ നദിയും വലത് ഭാഗത്ത് മലകളുമാണേ. വഴിയിലൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അഥവാ നീലകണ്ഠ് മഹാദേവ് മന്ദിറിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളവും ഭക്ഷണമൊക്കെ കരുതിയിട്ട് പോകണം. ഇപ്പോൾ കിലോമീറ്റർ കുറവാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യാനുള്ള ദൂരം വളരെ കൂടുതലാണ്. ഇത് ഹില്ലി ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പതുക്കെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും ഭക്ഷണവും കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എക്യുപ്പൈ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്.
വഴിയിലൊക്കെ ഇങ്ങനെ നിറയെ സിംഹവാലൻ കുരങ്ങുകൾ കാണാം കേട്ടോ. അപ്പം നോർമൽ കുരങ്ങന്മാർ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എണ്ണത്തിൽ കുറവായിരുന്നു. ഈ നീലകണ്ഠ് മഹാദേവ് മന്ദിറിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ കൂടുതലും കണ്ടത് ഈ സിംഹവാലൻ കുരങ്ങുകളെയാണേ. ഈ വഴി കൂടെയുള്ള യാത്ര തന്നെ ഒരു നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ആട്ടോ. അറ്റ്ലീസ്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം ഈ അമ്പലം വിസിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ നീലകണ്ഠ് മഹാദേവ് മന്ദിറിൻ്റെ പ്രവേശന കവാടത്തിലെത്തി. ഇവിടുന്ന് ഇനി 5 കിലോമീറ്ററാണ് ആക്ച്വൽ അമ്പലത്തിലേക്കുള്ള ദൂരം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്തെത്തി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കടകളൊക്കെ തുടങ്ങുന്നിടത്ത് മുതലേ ആൾക്കാർ നമ്മളെ വിളിച്ചു തുടങ്ങും. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, ഇതിനപ്പുറത്തേക്ക് വണ്ടി പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ കള്ളത്തരമാണ്. ആ പോയിന്റിൽ നിന്നും കുറേ 1-2 കിലോമീറ്റർ മുമ്പോട്ട് പിന്നെയും വണ്ടി പോവും. പക്ഷെ നമ്മൾ അവരെ വിശ്വസിച്ച് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ദൂരം നമ്മൾ കൂടുതൽ നടക്കണം. അപ്പോൾ അവരുടെ പാർക്കിംഗ് ഫീസിന് വേണ്ടിയിട്ട് പറയുന്ന കേട്ടോ. അങ്ങനെ പക്ഷെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് അവർ പറഞ്ഞപ്പം അവിടെ ഇത്തിരി പാർക്കിംഗ് സ്പേസും നല്ലതായിരുന്നു. ബാക്കിയുള്ളിടത്തൊക്കെ വഴിയിലൊക്കെയാണ് പാർക്ക് ചെയ്തു. എന്നിട്ടും ഞങ്ങൾ ഇത്തിരി പറ്റിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് പിന്നെ ഞങ്ങളൊരു 1.5 കിലോമീറ്റർ നടക്കേണ്ടി വന്നു അമ്പലത്തിൻ്റെ ആക്ച്വൽ എൻട്രൻസിലേക്ക്. ഞങ്ങൾ പാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ ഒരു കടയുണ്ട്. ആക്ച്വലി ആ കടയിലുള്ള ആളുടെയാണ് പാർക്കിംഗ് സ്പേസ്. അവിടെ ഇങ്ങനെ പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മനസാദേവിയിലും ചണ്ഡീദേവിയിലും ഒക്കെ ചെയ്ത മാതിരി പൂജാദ്രവ്യങ്ങളുടെ താലി വാങ്ങിക്കാം. അപ്പോൾ ഓരോ താലിയിലുള്ള സാധനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് പൈസയും വ്യത്യാസം. ഇപ്പോൾ ഈ താലി പറയുന്നത് 500 രൂപയാണ് ഈ താലിക്ക്. അപ്പോൾ അതിനകത്ത് അഭിഷേകം ചെയ്യാനുള്ള ജലം, പനിനീര്, കളഭം, മാല, പിന്നെ ശിവകുടുംബത്തിൻ്റെ ഒരു പ്രതിമ, മെറ്റലിലുള്ള ലോഹത്തിലുള്ള ഒരു പ്രതിമ, കൂവളത്തില, പൂവ്, ഇത്രയും ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഹനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹനിക്ക് വേണ്ടിയിട്ട് ഒരു 500 രൂപയുടെ ഒരു താലി വാങ്ങിച്ചു. അതിൽ ആ ശിവപരിവാറിൻ്റെ, അതായത് ശിവകുടുംബത്തിൻ്റെ പ്രതിമയും പിന്നെ ബാക്കി സാധനങ്ങൾ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ജലം മാത്രം അവിടെ അഭിഷേകം ചെയ്യണം, പൂവ് അവിടെ അർച്ചിക്കണം. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങിച്ച് മുമ്പോട്ട് നടക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആക്ച്വലി ഇത്തിരി പുറകോട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലം കഴിഞ്ഞിട്ടും പിന്നെയും കുറച്ചും കൂടി ദൂരം വരെ വണ്ടി കൊണ്ടുപോകാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യമായ കാരണം അത് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. വഴി മുഴുവൻ ഇതേപോലെ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളാണേ. പൂജാദ്രവ്യങ്ങൾ വെക്കുന്ന കടകൾ മാത്രമല്ല, റെസ്റ്റോറൻറ്റ്സും റൂംസും, താമസിക്കാനുള്ള റൂംസും, അതല്ലാണ്ട് ഗ്രോസറി ഐറ്റംസ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സ്, ക്യാപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ കവാടത്തിലെത്തി. പക്ഷെ അവിടുന്നും പിന്നെയും കുറച്ച് ദൂരം കൂടുതൽ നടക്കാനുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്ന സമയത്ത് അത്രയും തിരക്കില്ലായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിലെത്തി. ഇപ്പോൾ 5 മണി വരെ മാത്രമേ അമ്പലം തുറക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തത് വെറുതെ ആവില്ലേ. നീലകണ്ഠ് മഹാദേവ് മന്ദിറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെച്ചാണ് പാലാഴി മദനത്തിൻ്റെ സമയത്ത് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന കാളകൂട വിഷം ഭഗവാൻ ലോകരക്ഷയ്ക്ക് വേണ്ടി കുടിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ പാലാഴി മദനത്തിൻ്റെ ഡെപിക്ഷനാണ് ഇവിടെ കാണുന്നത്. അസുരന്മാരും ദേവന്മാരും ചേർന്ന് മന്ദരപർവ്വതത്തെ നിർത്തി വാസുകീനെ ഉപയോഗിച്ച് പാലാഴി മദനം നടത്തുന്ന ഡെപിക്ഷനാണ് അവിടെ. അപ്പോൾ ആ സമയത്ത് ഉയർന്നു വന്ന കാളകൂട വിഷം ഭഗവാൻ ഇവിടെ വെച്ചാണ് കുടിച്ചത്. അതിനുശേഷം ആ വിഷത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി അദ്ദേഹം 60,000 വർഷം ഇവിടെ തപസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ തപസ് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ നീലകണ്ഠ് മഹാദേവ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ വാങ്ങിച്ച പൂജാതാലിയിലുണ്ടായിരുന്ന വെള്ള കളർ നൂല് ഇവിടെയാണ് കെട്ടേണ്ടത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അതവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു തിരി ഉണ്ടായിരുന്നു. അത് കത്തിക്കേണ്ട അതിൻ്റെ തൊട്ട് ഇടതുഭാഗത്തുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിലാണ്. അപ്പോൾ അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവൻ്റെ 12 ജ്യോതിർലിംഗ അമ്പലങ്ങളിൽ ഒരമ്പലമാണ് ഈ നീലകണ്ഠ് മഹാദേവ് മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ശിവരാത്രിക്കും ശ്രാവണ മാസത്തിൽ, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെയും ഉത്സവങ്ങൾ ഇവിടെ വളരെ വിശേഷപ്പെട്ടതാണ്. ആ സമയത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ സന്ദർശിക്കാൻ വരും എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ പൂജാതാലിയിലത്തെ ഡമരുവും കളഭവും പ്രസാദവും ശിവകുടുംബത്തിൻ്റെ ഫോട്ടോയും
പ്രതിമയും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇത് അമ്പലത്തിൻ്റെ ചരിത്രം അവിടെ ഒരു ഫലകത്തിൽ എഴുതി വെച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അമ്പലത്തിൻ്റെ മുഴുവൻ ചരിത്രവും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുമ്പോൾ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇത് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ, അമ്പലം അടയ്ക്കുന്നതിന് മുമ്പ് എത്തണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു കടയിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ദോശയും സാമ്പാറും ചട്നിയൊക്കെ കിട്ടി കേട്ടോ. നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് നിർബന്ധമുള്ളവർക്കും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വന്നു. പൂജാ സാധനം വാങ്ങിച്ച കടയിൽ പാത്രം അവരെ തിരിച്ചേൽപ്പിച്ചു. ബാക്കി അതിനകത്തുണ്ടായിരുന്ന ഡമരുവും ശിവകുടുംബത്തിൻ്റെ പ്രതിമയും മാലയും കളഭവും പ്രസാദവും ഞങ്ങൾക്ക് അവർ കവറിൽ തിരിച്ചു തന്നു. എന്നിട്ട് ഞങ്ങൾ ഇനി അടുത്തതായിട്ട് ഇവിടുന്ന് പോകേണ്ടത് രാംജൂല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. രാംജൂലയിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം 9.7 കിലോമീറ്ററാണ്. അപ്പോൾ ഞങ്ങൾ രാംജൂലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. അപ്പോൾ വഴി മുഴുവൻ ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഇത് പ്രത്യേകിച്ച് കുറച്ച് ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലവും ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് സമയം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആണ് തിരിച്ച് രാംജൂലയിലേക്ക് പുറപ്പെട്ടത്. മതി. ഇനി രാംജൂലയിലത്തെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമേ. വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.